നമസ്കാരം, എല്ലാവർക്കും വീക്ക് 11 ഗൈഡ് ലൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന സ്വീറ്റ്സിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് സ്വീറ്റ്സ് കൊടുത്ത് അയക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ റാപ്ഡ് ആയിട്ടുള്ള സ്വീറ്റ്സ് വേണ്ട, ഇന്ത്യൻ സ്വീറ്റ്സ് എന്തായാലും കൊടുത്തയക്കാൻ. അപ്പോൾ പേരൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡിസിഷനായിട്ട് എനിക്കത് തോന്നിയില്ല. കാരണം ഇൻഗ്രീഡിയൻറ്റ് വൈസ് ആയിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്വീറ്റ്സിൽ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി മേൽത്തരം ഭക്ഷണ സാധനങ്ങളാണ്. അതായത് ഇപ്പോൾ കടലപ്പൊടി, പിന്നെ കോക്കനട്ട്, ഘീ, പിന്നെ റാഗി, മില്ലറ്റ്സ്, ഗ്രെയിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സിൽ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു കേക്കിലോ ഒരു കുക്കിയിലോ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മൈദ, അതായത് ബേസിക്കലി ഒരു സ്വാദമില്ലാത്ത ഒരു കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള മൈദ. അതിൽ ഒരുപാട് പഞ്ചസാര, മിൽക്ക്, പിന്നെ മാർഗറിൻ പോലത്തെ ഓയിൽസ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇൻഗ്രീഡിയൻറ്റ് വൈസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇന്ത്യൻ സ്വീറ്റ്സ് തന്നെയാണ്. കേക്കും ബാക്കി സാധനങ്ങളും മോശമാണെന്നല്ല, ഐസ്ക്രീംസും, പക്ഷേ അതിൻ്റെ ഉപയോഗം മിതപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് യൂസ് ചെയ്യുക. എസ്പെഷ്യലി വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരം ഇത് യൂസ് ചെയ്താൽ മതി. സ്റ്റീവിയ, സൈലിറ്റോൾ, എറിത്രിയോൾ പോലത്തെ കാര്യങ്ങൾ. അതിനെ പറ്റിയിട്ട് മെയ് 2023 WHO ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ 6 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലോങ് ടേമിൽ നിങ്ങൾക്ക് ഹാർട്ട് ഹെൽത്ത്, പിന്നെ ഡയബറ്റീസ് എന്നീ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല സ്റ്റീവിയ പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ബാക്ടീരിയൽ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊരു സ്റ്റഡി കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗിൽറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ പഞ്ചസാര കഴിക്കുക ഇൻസ്റ്റെഡ് ഓഫ് ഓൾ ദീസ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്. കാരണം നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മൾ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഈ കെച്ചപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ മുഴുവനുള്ളത് പഞ്ചസാരയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കെച്ചപ്പ് എന്നൊരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് സാധാരണ കഴിക്കുന്ന സാധനങ്ങൾ, സാധാരണ കഴിക്കുന്ന പാനീയങ്ങളിൽ എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങളൊരു ദിവസം 6 ടേബിൾ സ്പൂണിൻ്റെ മുകളിലേക്ക് പഞ്ചസാര കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ WHO ഗൈഡ് ലൈനിൽ ഇതാണ് പറയുന്നത്, നിങ്ങൾ വെയ്റ്റ് ലോസ് അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഷുഗർ കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ ഓവറോൾ ഇൻടേക്ക് കുറയ്ക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇതാണ് ഈ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സസൈസ് വൈസ് ആണെങ്കിൽ നമ്മൾ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസനസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഡീപ്പർ മെഡിറ്റേറ്റീവ് ലെവലിലേക്ക് നമ്മൾ ബോഡി പ്രിപ്പയർ ചെയ്യണം. നമ്മൾ കുറേയും കൂടി നമ്മുടെ ബ്രെത്തിനെ അടുത്തറിയാൻ വേണ്ടിയിട്ട് പ്രാണായാമമാണ് ഈ പ്രാവശ്യത്തെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അനുലോം വിലോം പ്രാണായാമമാണ്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ അയക്കുന്നതാണ്. ഈ ആഴ്ച ഇത്രയേ ഉള്ളൂ. നമസ്കാരം.